Most welcome to the most wanted. ഒരു ഇൻ്റർവ്യൂവിൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും കഴിഞ്ഞ് 29-ാം തീയതി രാത്രി 9 മണിക്ക് ദ ഹിന്ദു റിപ്പോർട്ടർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇൻ്റർവ്യൂ അന്നത്തെ ദിവസം തന്നെ ഹിന്ദു ഓൺലൈനിൽ വന്നതാണ്. പിറ്റേന്നത്തെ ദിവസം 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് പ്രിൻ്റ് മീഡിയയിൽ ഡെയിലിയിൽ ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പേജിലെ 2 ആർട്ടിക്കിളിൽ ഒരെണ്ണമായി പ്രമുഖ സ്ഥാനത്ത് അത് സ്ഥാനം പിടിച്ചു. അതിനുശേഷം 25 മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ്, 24-25 മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് നാടെങ്ങും ആ ഇൻ്റർവ്യൂവിലെ ഒരു പരാമർശത്തെക്കുറിച്ചുള്ള പ്രതിഷേധം നാടെങ്ങും ഉയർന്നാൻ തുടങ്ങി. പരാമർശം മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്തിലും കരിഞ്ചന്തയിലും പൂഴ്ത്തിവെപ്പിലും പിടിച്ചുപറിക്കലിലും ഒക്കെ മുൻപിൽ നിൽക്കുന്നത് അവിടുത്തെ മലപ്പുറം ജില്ലക്കാരാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെയാണ് പറയുന്നത് എന്ന് വ്യംഗ്യാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് അവിടെ, ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചതവിടെ, ഏറ്റവും കൂടുതൽ ഹവാല പണം പിടിച്ചതവിടെ. അങ്ങനെ മലപ്പുറം എന്ന ബ്രാൻഡിങ്ങിന് ഈ മുസ്ലിം ജനവിഭാഗം മാറുകയാണ് ഉണ്ടാകുന്നത്. ഈ വിവരം അദ്ദേഹം അതിനു മുമ്പേ തന്നെ പറഞ്ഞതാണ്. ഇതാദ്യം പറഞ്ഞതാണ് 21-ാം തീയതി നടന്ന ഒരു വേദിയിലെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞു. പിന്നീട് ഇത് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് നടത്തിയ പത്രസമ്മേളനത്തിലും ഈ കണക്കുകൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിൻ്റെ മലപ്പുറം ബ്രാൻഡിങ് നടന്നത് ആ ഇൻ്റർവ്യൂവിൽ മാത്രമാണ്. ബാക്കിയുള്ളതിൽ സ്വയം വിശദീകരിക്കാൻ സമയമുണ്ടല്ലോ. അതുകൊണ്ട് അതിനെ നല്ല മെയ്വഴക്കത്തോടെ അതിനെ മെരുക്കി മലപ്പുറം ബ്രാൻഡിങ് ഇല്ലാതെ പറഞ്ഞു. എന്നാൽ ഡൽഹിയിലും മറ്റും പ്രസിദ്ധമായി വരുന്നതാണ് ദേശീയ ദിനപത്രമായ ഹിന്ദുവിലെ ഇൻ്റർവ്യൂ എന്നുള്ളതുകൊണ്ട് അവിടെ ചുരുക്കി പറഞ്ഞു കാര്യം. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് വെച്ച് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ മലപ്പുറം ബ്രാൻഡിങ് നടത്തിയത് അവിടെ വെച്ചാണ്. ഇതിനെ ചൊല്ലി പിന്നീട് ഈ വാർത്തകൾ വായിച്ച മതന്യൂനപക്ഷങ്ങൾ വിഭാഗത്തിൽപ്പെട്ട, അതായത് മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർ ചിന്തിക്കുകയും അതിന് ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. പലയിടത്തും പ്രതിഷേധ പ്രകടനം, പന്തം കൊളുത്തി പ്രകടനം, ടയർ കത്തിച്ച് പ്രകടനം, അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിനും ഹാലിളകി. ഉടനെ ഹിന്ദു പത്രാധിപർക്ക് കത്തെഴുതി മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ടെക്സ്റ്റിൽ കടന്നു വന്നു എന്നുള്ളതാണ്. അത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയാത്തതാണ് പത്രത്തിൽ അടിച്ചു വന്നതെന്ന് സ്ഥാപിച്ചും അതിന് ക്ഷമാപണം നടത്തിയും ഒരു വിശദീകരണ കുറിപ്പ് തിരിച്ച് റാം ഇങ്ങോട്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ PR വർക്കിലൂടെ ഇത് ഇൻ്റർവ്യൂ തരപ്പെടുത്തിയതാണെന്ന് പറയുന്നു. അതല്ല, ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ടറാണ് ഇങ്ങോട്ട് സമീപിച്ചത് എന്ന് പറയുന്നു. എങ്ങനെയായാലും അവിടെ ഇൻ്റർവ്യൂ സംവിധാനം ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ തർക്കമില്ല. അവിടെ പറഞ്ഞ പ്രശ്നത്തിലാണ്, കാര്യങ്ങളിലാണ് ഇനി തർക്കമുള്ളത്. ആ തർക്കം പരിഹരിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യുക? ഇൻ്റർവ്യൂ ചെയ്ത ആൾ ശോഭന കെ ജോൺ എന്നോ മറ്റോ പറയുന്നൊരു സീനിയർ ജേർണലിസ്റ്റാണെന്ന് പറയുന്നു. ഒരു കാരണവശാലും ഇൻ്റർവ്യൂ പറയാത്ത ഒരു കാര്യം ആ
ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ ഉൾപ്പെടുത്താൻ ഒരു റിപ്പോർട്ടർക്കും ഒരവകാശവുമില്ല. സാധാരണഗതിയിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് അതുക്ക് മേലെ ഉള്ള ഇടപെടലായതുകൊണ്ട് ഒന്നുകിൽ ഈ PR ഏജൻസി നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് അത് ആഡ് ചെയ്യിപ്പിച്ചു, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ തിരുവനന്തപുരത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അനുബന്ധ ഓഫീസുണ്ട്. പ്രസ് സെക്രട്ടറി ഒരാളെ ഉള്ളെങ്കിലും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ പ്രഭാവർമ്മ അങ്ങനെ തുടങ്ങി 2-3-4 പേരുള്ളതായിട്ടാണ് അറിയുന്നത്. ഉപദേഷ്ടാവ്, ഇങ്ങനെ പബ്ലിക് റിലേഷൻസിന് വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ സർക്കാരിൻ്റെ പണം പറ്റുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലും 25 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ ഒന്നുകിൽ ഇവർ അവിടുന്ന് നരേറ്റ് ചെയ്ത് കൊടുത്ത് കാണും, ഇന്ന ഭാഗങ്ങൾ കൂടി അതിൽ വരണം എന്ന് റിപ്പോർട്ടറോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ PR ഏജൻസി വഴി പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ ഏജൻസിയുടെ സാങ്ക്ടിറ്റി പോലും മുഖ്യമന്ത്രി തള്ളി പറയുന്നു. അങ്ങനെ അതിൻ്റെ ആവശ്യം എന്ത് എന്നൊക്കെ പറയുന്നു. പക്ഷേ PR ഏജൻസിയെ വെച്ചാണ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതെന്തായാലും ഇവിടെ വലിയ പ്രസക്തമുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഈ അഡീഷണൽ ഭാഗം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് പറയുന്നതും എന്നാൽ ഇൻ്റർവ്യൂ ടെക്സ്റ്റിൽ അച്ചടിച്ചു വന്നതുമായ കാര്യം ഉൾപ്പെടുത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അതിൽ സ്വന്തമായി ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകാനും ഒരു സുതാര്യത ഉണ്ടാകാനും പത്രത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്താനും ഹിന്ദു പത്രവും അതിൻ്റെ റിപ്പോർട്ടർ അതിലെ ജേർണലിസ്റ്റ് ആരാണ് ഈ ഇൻ്റർവ്യൂ എടുത്ത ആൾ എന്ന് വെച്ചാൽ അയാൾ ആ റെക്കോർഡഡ് ടേപ്പ് പബ്ലിക് ഡൊമൈനിൽ വിടണം. അപ്പോൾ അറിയാമല്ലോ മുഖ്യമന്ത്രി അത് പറഞ്ഞതല്ല. അപ്പോൾ അത് കൂട്ടിച്ചേർക്കലിൻ്റെ വിഷയം വരുന്നു. അത് കൂട്ടിച്ചേർത്ത ആരാണ്? ആ റിപ്പോർട്ടറാണ്, ഇൻ്റർവ്യൂവറാണോ അതോ ഏജൻസിയുടെ സമ്മർദ്ദം മൂലമാണോ എന്നുള്ള കാര്യം വിശദമായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഊഹിക്കുന്നത് അല്ലെങ്കിൽ ആ നിരീക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. കാരണം അവിടെ അഖിലേന്ത്യാ തലത്തിൽ ഉള്ള BJP-ക്കാരൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കാനും അദ്ദേഹത്തോടുള്ള BJP യോടുള്ള മൃദു സമീപനം തിരിച്ച് ഇദ്ദേഹത്തോട് മൃദു സമീപനം ഉണ്ടാകാൻ വേണ്ടി ആണ് ആ ഭാഗം അഥവാ പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ അതിന് ക്ഷുഭിതമായി പ്രതികരിക്കുന്നതിന് അർത്ഥമില്ല. അവിടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഈ റിപ്പോർട്ടർ ശോഭ K. ജോണോ എന്ന് പറയുന്ന പേര് വ്യക്തമായി അറിയുന്നില്ല. അവർ ഈ റെക്കോർഡഡ് ടേപ്പ് പബ്ലിക് ഡൊമൈനിൽ വിടണം. അതിന് തടസ്സം ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അറിയാം മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ലേ, ആരാണിത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് എന്നുള്ള കാര്യം ആ റിപ്പോർട്ടർക്ക് വെളിപ്പെടുത്താവുന്ന കാര്യമാണ്. പിന്നെ ഒരു സോഴ്സ് എന്നുള്ള നിലയ്ക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറയാനും പറ്റില്ല. പക്ഷേ താൻ റെക്കോർഡ് ചെയ്ത ടേപ്പ് വിടുന്നതിന് സാങ്കേതിക തടസ്സമൊന്നുമില്ല. അത് ആ റിപ്പോർട്ടറുടെ ക്രെഡിബിലിറ്റിയും പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയും വീണ്ടെടുക്കാൻ വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.